പെണ്ണെന്നുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എന്തിനാ ട്രാൻസ് പെണ്ണെന്ന് പറയേണ്ട ആവശ്യം? നിങ്ങൾ ശരിക്കും ന്യായമായിട്ടുള്ള നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവരും പറയുന്നില്ലേ? പിന്നെ മീഡിയയിൽ വന്നിട്ട് എന്തിനാ ഈ കാണിച്ചു കൂട്ടുന്നത്? പക്ഷെ എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ട്രാൻസ് മെന്നിന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവർക്ക് ഇനിയും ആനുകൂല്യങ്ങൾ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിക്കും. ആ ഇൻ്റർവ്യൂക്കാരൻ തന്നെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ. പക്ഷേ അത് ചോദിച്ചപ്പോൾ പലവരും എന്താ പറയണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ഈ ഇലക്ഷൻ സംബന്ധമായിട്ട് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അവരൊക്കെ എത്രയോ വിധത്തിൽ ഇപ്പോൾ കൃഷ്ണൻ വന്നിട്ട് യുദ്ധം നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടാവില്ല. എന്ത് ക്ലെവറായിട്ടാണ് ഒരു 5 നാടുതാ തരില്ല, 5 വീടുതാ തരില്ല, 1 വീടുതാ തരില്ല. ഇങ്ങനെയാണ് ദുര്യോധനൻ പറഞ്ഞത്. സൂചി കുത്താനും കൂടി ഞാൻ എനിക്ക് സ്ഥലം തരില്ല എന്നുള്ളത് ഇത് കൃഷ്ണൻ ഓൾറെഡി അറിയും. കൃഷ്ണന് വേണം ഈ യുദ്ധം നടക്കണം, എന്നാലേ ഈ കെട്ടത് പോയിട്ട് നല്ലത് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ BJP ഞാൻ പറയട്ടെ, പാർട്ടി വൈസായിട്ട് എനിക്കിതിൽ പോകാൻ എനിക്ക് ഒരു താല്പര്യം ഞാൻ പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിക എനിക്ക് ഒരു പാർട്ടീനും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോകുന്നില്ല. എൻ്റെ അടുത്ത് ആര് ചോദിച്ചു അപ്പോൾ കുട്ടി ഏത് പാർട്ടിയാണ്? ദ വിന്നിങ് പാർട്ടി ഈസ് മൈ പാർട്ടി. ഫിനിഷ്. ന്യൂട്രലായിട്ടിരിക്കുന്നേ. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇതേപോലെ തന്നെയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നും പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ പോയിട്ട് ഞങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവരെടുത്ത് അനുഭവിച്ചുകൊണ്ട് പോകണം. ഇതെല്ലാം കണ്ടുപിടിച്ചു അവർ. അപ്പോൾ ഇതൊക്കെ തെറ്റല്ലേ? അപ്പോൾ പലവർക്കും കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ നമുക്കത് പോയി ചേരാണ്ട് തെറ്റായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഗവൺമെൻറ് അത് ടൈറ്റാക്കുകയില്ലേ? പക്ഷേ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറയൂ. ഇപ്പോൾ എത്രയോ പെണ്ണുങ്ങൾക്ക് ലിബർട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇല്ലേ ലോ പ്രകാരം. ഇപ്പോഴും എത്ര പെണ്ണുങ്ങൾ ഇന്നും അടിമയായിട്ട് ജീവിക്കുന്നവരും ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നും എല്ലാ പെണ്ണുങ്ങൾക്കും ഫ്രീഡം ഫുള്ളായിട്ട് 100% കിട്ടിക്കഴിഞ്ഞു. അതറിഞ്ഞ പെണ്ണുങ്ങൾ എത്ര പേരുണ്ട്? അപ്പോഴും അനുഭവിച്ചിട്ട് ഇതേ വേദനകളായിട്ട് പോകുന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് മാറ്റിയെടുക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റത്തില്ല. പക്ഷെ എങ്ങനെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും കൂടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കൂ. ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അവർക്ക് എന്തെങ്കിലും ഒന്ന് പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവർ അതിൻ്റെ മേലെ കൊടി പിടിക്കാൻ നിൽക്കും. പക്ഷേ ശരിക്കുള്ള കൊടി എവിടെ പിടിക്കേണ്ടത്? ഇപ്പം ഇന്ന് ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നുണ്ട് ഇല്ലേ? ചോദിച്ചു, മാലിക വന്നിട്ട് ഒരു സമരത്തിനും വന്നിട്ടില്ല. ഞാനിവിടെ ഇല്ല, ഈ നാട്ടിൽ തന്നെ ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഡൽഹിയിൽ ഇരിക്കുമ്പോഴാണ് അവരവിടെ വിളിച്ചത്. എൻ്റെ അടുത്ത് ഒരാളും കൂടിയിട്ട് മാലിക ഞങ്ങളിതുപോലെ ഒരു ഇത് ചെയ്യാൻ പോവാണ്, മാലിക വരുമോ? എന്നെ വിളിച്ചിട്ടും കൂടിയില്ല, ഒരാളും വിളിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് വന്നു, ആ പേര് പറയുന്നില്ല, അമ്മ എന്നാ വിളിക്കാൻ. അമ്മ എവിടെയാ? ഞാൻ ഡൽഹിയിലുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ റീൽസ് വരുമ്പോഴാണ് എനിക്ക് തന്നെ അറിഞ്ഞത് ഇതുപോലെ റൂള് മാറിയിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ അപ്പോഴും കൂടി എൻ്റെ അടുത്ത് ഒരാൾ മാലികാമ്മ ഒന്ന് വരുമോ, ഒരാളും കൂടി എൻ്റെ അടുത്ത്, ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് ഈ കേരളത്തിലുണ്ട്, ഒരാളും കൂടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്വന്തം ആൾക്കാരെ തന്നെ അവർ ചേർത്ത് നിർത്തുന്നില്ല. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നവർ നിങ്ങളൊക്കെ ആരാണ്, അങ്ങനെ ഇതുപോലെ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇത് ഇത്രയും കുറച്ച് ആൾക്കാരെ കൊണ്ടിട്ട് എതിർക്കാൻ പറ്റുമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? എതിർക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അവർ ബില്ല് പാസ് ചെയ്യുന്നതിൽ കൺസിഡറേഷൻ ഉണ്ടാവും. ഫുള്ളായിട്ട് മാറ്റുമെന്ന് എനിക്കറിയില്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും വേണ്ട, 2000 നോട്ട് മാറ്റണമെന്ന് പറഞ്ഞു. മോദി മാറ്റിയില്ലേ? ഞാൻ BJP ആയതുകൊണ്ട് പറയല്ല കേട്ടോ, മാറ്റിയില്ലേ? പല കാര്യങ്ങൾ ഇതുപോലെ മാറ്റിയില്ലേ? ആധാർ കാർഡ് ഇല്ലാത്ത നാട്ടിൽ ആധാർ കാർഡൊക്കെ കൊണ്ടുവന്ന് പലതും സ്ട്രീംലൈസ് ചെയ്തില്ലേ? ഇതുപോലെ ഒന്നൊന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവരിപ്പോൾ എന്തിനാണ് ഈ സ്റ്റെപ്പ് എടുത്തിരിക്കണം എന്നുള്ളതും അത് ഈ സമയത്ത് ഇങ്ങനെ പറയേണ്ട കാരണം എന്താണെന്ന് പറയാൻ അത് അവർക്കേ അറിയുള്ളൂ.
ഇത് നമ്മൾ വെറുതെ ഞാനിപ്പോൾ പിന്നെ ഫോണ് തുറന്നാൽ ഇത് മാത്രമേ കേൾക്കുന്നുള്ളൂ. എല്ലാവരും ഞങ്ങൾ ട്രാൻസ്ജെൻഡർ അല്ലേ, ഞങ്ങളെ തുണി പൊക്കാൻ എന്തിനാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത്, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, അതാണോ ഇതാണോ എന്നെല്ലാം പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് മീഡിയയിൽ വന്നിരുന്നിട്ട് ഓരോരോ ഫോൺ കാര്യത്തിൽ വന്നിട്ട് ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഞാൻ പറയും. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പബ്ലിക്കായിട്ട് ഓരോരോ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. മേലെ മാറ് വെച്ച് താഴത്ത് പീനസ് വെച്ച് പെണ്ണിൻ്റെ കൂടെ പോയി നിന്ന് സെക്സ് ചെയ്യുന്നു. ഇതൊക്കെ എത്ര വൃത്തികേടാണ്. ഇത് ഏത് കൾച്ചറിൽ ഇതുപോലെ നടക്കും? ആ ഇൻ്റർവ്യൂക്കാരൻ തന്നെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ. പക്ഷേ അത് ചോദിച്ചപ്പോൾ പലവരും എന്താ പറയണത് പറഞ്ഞിട്ടാണെങ്കിൽ, അത് ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല, അത് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യില്ല, അതാരാ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ അതേ തന്നെയാണ് ഓപ്പോസിറ്റുള്ള ആൾ ചോദിച്ചു, അപ്പോൾ ഇതിന് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണോ നിങ്ങളിങ്ങനെ നടക്കണം എന്നും ചോദിച്ചു. അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് പറയാൻ. അതിന് ആവശ്യക്കാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം അത് മനസ്സിലാവുന്നില്ല പലവർക്കും. നമ്മൾ പെണ്ണായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മേലെ ഒരുപാട് കറകൾ വരാൻ പെട്ടെന്നാവും കുട്ടി. പനമരത്തിൻ്റെ താഴത്ത് നിന്ന് കള്ള് കുടിച്ചാൽ പിന്നെ പാല് കുടിച്ചാലും കള്ളെന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ പെണ്ണായി മാറിയതിന് ശേഷം എനിക്കൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റിയോ, ഭയങ്കരമായിട്ട് എനിക്ക് ചെയ്യേണ്ടി വന്നു. ഈ പെണ്ണായിട്ട് മാറുക എന്ന് പറയുമ്പോഴേക്കും ഫുള്ളി സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പെണ്ണായി മാറി എന്ന് പറയാൻ പറ്റുള്ളൂ. അതും കൂടി ഇവിടുത്തെ ആൾക്കാർ, ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഐഡൻറ്റിറ്റി കിട്ടിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഞാൻ പെണ്ണെന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അവിടെ എന്ത് പറയണം? ട്രാൻസ് പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. അതാ ഞാൻ ചോദിച്ചത്. പെണ്ണെന്നുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ട്രാൻസ് പെണ്ണെന്ന് പറയേണ്ട ആവശ്യം? നിങ്ങൾക്ക് അംഗീകാരം ഇതിനല്ലേ നിങ്ങൾക്ക് കിട്ടിയത്. സാരി ഉടുത്തിട്ട് ആണുങ്ങൾ ഇരിക്കുമോ? ഇതിപ്പോൾ ഇവിടെ ക്യാമറാമാൻ ഇരിക്കുന്നുണ്ട്, താടിയൊക്കെ വെച്ചിട്ടുണ്ട്, പാവം അവിടെ ഇരിക്കുന്നുണ്ട്. അവരെടുത്ത് സാരി ഉടുത്തിട്ട് അവിടെ നിന്ന് ക്യാമറ നോക്കാൻ പറയും, ഏത് വിധത്തിൽ നടക്കും? ആണായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പെണ്ണായി മാറണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇരിക്കണം. നിങ്ങൾ എന്താ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത്, ചേച്ചി അന്ന് ആദ്യം ഇരുന്ന പോലെ തന്നെ എനിക്ക് അതുപോലത്തെ ഡ്രസ്സ് ചെയ്തിട്ട് വരും, ഇതെല്ലാം ഞാൻ ചുമന്ന് കെട്ടിട്ട് ഇവിടെ വന്നിട്ട് രാവിലെ എണിച്ച് ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട ആവശ്യം എനിക്ക് എന്താണ്? നിങ്ങളുടെ റിക്വസ്റ്റ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പെണ്ണായി ജീവിക്കണമെന്ന് എപ്പം നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുന്നോ പെണ്ണായി ജീവിക്കൂ. കാണിച്ചു കൊടുക്കുമോ സമൂഹത്തിന്? ഞാൻ കാണിച്ചു കൊടുത്തു, അത് പറഞ്ഞിട്ട് ഞാൻ വലിയൊരാളല്ല, എന്നെപ്പോലെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് പലവരും ഉണ്ട് ഇല്ലേ. ഇന്നിപ്പോൾ ആക്ട്രസസിൽ എത്രയോ പേരുണ്ട്. അതിൽ വിരലെണ്ണി എടുക്കുന്ന ഒരു ചില ആൾക്കാരെയാണ് നമുക്ക് ഇന്നും ഈ പറഞ്ഞ ദ ബെസ്റ്റ് ആക്ട്രസ്, ഒരു നല്ല ഭംഗിയുള്ള സ്ത്രീ എന്ന് പറയുന്ന സമയത്ത് ബോളിവുഡിലാവുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ആരും നമ്മൾ പറയും മധുബാല. എത്രയോ പേരുണ്ട്. പക്ഷെ എന്നാലും മധുബാലയ്ക്ക് എന്തുകൊണ്ട് ഇത്ര പേരിൻ്റെ ഒരു ആക്ട്രസിൻ്റെ ഉള്ളിൽ സംസാരിക്കുകയാണെങ്കിൽ അവർ മധുബാലയ്ക്കാണ് പറയുന്നത് അല്ലേ. പിന്നെ അതിൻ്റെ അടുത്തപടിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ മലയാളത്തിൽ എടുത്തു നോക്കാൻ ലീഡർ എന്ന് പറയാൻ, ലീഡേഴ്സ് എന്ന് പറയാൻ ഏറ്റവും വലിയ സുന്ദരകാരനുണ്ടായിരുന്നു, നസീർ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവരെക്കാട്ടിയും ഉപരി ഇന്ന് പേരെടുത്തും ഇന്നും മുൻനിന്ന് അവരെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇത്ര വർഷങ്ങളായിട്ട് നടിച്ചുകൊണ്ട് നടക്കുകയാണ് അല്ലേ. അവർ മെയിൻറ്റെയിൻ ചെയ്യണ ഈ പറഞ്ഞ മമ്മൂട്ടി, മോഹൻലാൽ സാധാരണപ്പെട്ട ആൾക്കാരാണോ? റിട്ടേൺ വന്ന മഞ്ജു വാര്യർ, അവരൊക്കെ എന്ത് ഒരു അതാ പറഞ്ഞ ഒരു ഡിസിപ്ലിൻ. മഞ്ജു തിരിച്ചു വന്ന് വലിയ മന്തിയും വലിയ കഥാഭുജ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ കുറേ കാലം ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഫീൽഡിൻ്റെ ഉള്ളിൽ അവർക്ക് ഈ ഒരു റെക്കഗ്നിഷൻ കിട്ടും. അവരവരുടെ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു, അവർ ഡാൻസ് കളിച്ചു, എല്ലാം അവരിന്നും എങ്ങനെ അവർ പിന്നെ മൂടി വെച്ചോ തുറക്കുമ്പോൾ അതുപോലെ തന്നെയാണ് അവർ തുറന്നിട്ട് തിരിച്ചും വന്നത്. അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കുറ്റം പറയാൻ ആൾക്കാരുണ്ട് നമ്മുടെ എൻ്റെ ഉള്ളിൽ. മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇപ്പോൾ എന്നെ കണ്ടാലും എല്ലാവരും നീ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ രഞ്ജുമാരെ പോലെയുള്ള പല നല്ല നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ അതേ മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള ചില ആൾക്കാർ പോയി പേര് കെടുത്തിട്ട് വന്നില്ലേ? എന്തിനു കാണിച്ചു കൂട്ടുന്നു?
പാട്ട് പാടാൻ അറിഞ്ഞില്ലെങ്കിൽ പാട്ട് പാടരുത്. അപശ്രുതി പാടിയിട്ട് അതിനെ വൈറലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആൾക്കാർ കാണുമ്പോൾ ചിരിക്കുന്നില്ലേ? ഞാൻ ചോദിക്കാൻ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു പുള്ളിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ അവരങ്ങനെ ചെയ്യുന്നത്? സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു വിചാരം കൊണ്ടിട്ടാണ്. ഉണ്ട്. ഇത് ഇത്രയും കാലം ഒന്നും ചെയ്യേണ്ട. ഇപ്പം ഞാൻ പറയട്ടെ, നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ദീപ്തി കല്യാണി. ദീപ്തി കല്യാണി ഇത്രയും കാലം നന്നായി ചെയ്തിട്ട് പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ ഇത്രയും കാണിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ചില സമയത്ത് കണ്ണുമൂടേണ്ട ആവശ്യം വന്നു. ഞങ്ങളൊന്നും അവരെ തെറ്റ് പറയല്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും എന്തിനാണ് അങ്ങനത്തെ മറ്റുള്ളവരെ പറയിപ്പിക്കേണ്ട അളവിന് കൊണ്ടുവരുന്നത് കൊണ്ടല്ലേ ഇന്നിപ്പോൾ നമ്മൾ അറിയാണ്ട് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും എത്ര പേര് എത്ര കേസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗവൺമെൻറ് മുഴുവനും ഇവരുടെ പേപ്പേഴ്സൊക്കെ എന്താ തൂക്കിയെടുത്ത് കുപ്പയിലിടുവോ? അതിനൊന്നും കൺസിഡർ ചെയ്യില്ലേ? നമ്മുടെ പിന്നാലെ എത്ര പേര് ഇട്ടിട്ടുണ്ടാവും? എന്തുകൊണ്ട് നമ്മളത് ആലോചിക്കാത്തത്? ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന് ബ്ലഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളിപ്പോൾ അറിയുണ്ടായി. എനിക്കതൊരു പുതിയ അറിവായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്കതൊരു പുതിയ അറിവായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതിന് ഒരു സയൻറ്റിഫിക്കലി ഒരു കാരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ആൾക്കാർ ഇതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ പാടെ ബാക്കിയുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്നുള്ള ഒരു രീതിയിലൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല. അതിനൊരു സയന്റിഫിക്കലി ഒരു കാരണമുണ്ട്. അതെനിക്ക് ചേച്ചിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആയത്. ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫോർമേഷൻ പറയണത് ആ ബ്ലഡിൻ്റെ ഉള്ളിൽ പിന്നെ ട്രാൻസ്ജെൻഡർ ഒന്നും പോയിട്ട് അവർ മെലിഞ്ഞ് നാളെ അവർ ആണായിരിക്കെ കിട്ടിയിട്ട് അവർ നാളെ സാരി ഉടുത്ത് നടക്കാൻ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. നമ്മുടെ ഇംപ്യൂരിറ്റി ഓഫ് തിങ്സ് പേടി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലവർക്കും ഇപ്പോൾ ഡിസീസസ് പലതും ഉണ്ട്. സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സിംഗപ്പൂരിൽ, ഞാനിപ്പോൾ തിരിച്ചും സിംഗപ്പൂർ എന്തിനു പറയണമെന്ന് പറഞ്ഞാൽ അവിടെ സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് എവറി 3 months നിങ്ങൾ പിന്നെ ടെസ്റ്റിന് പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെക്സ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കമ്പൽസറിയാണ്. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല. പിന്നെ രണ്ടാമത്, ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ, ഞാനിത് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. ആഫ്റ്റർ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഹോർമോൺസ് നിർത്തിയതിന് ശേഷം എൻ്റെ ടെക്സ്റ്റൈൽസ് റിമൂവ് ചെയ്യും. ഈ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്താണ് മെന്നിൻ്റെ. ആ ടെക്സ്റ്റൈൽ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ വജന ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഈസ്ട്രജൻ നമ്മുടെ ദേഹത്തിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? എനിക്ക് സംഭവിച്ചത് 3 വർഷം ഞാൻ എടുത്തില്ല ഹോർമോൺസ്. എനിക്ക് നമസ്കരിച്ച് എണിക്കാൻ പറ്റുന്നില്ല, ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ബോഡി പെയിൻ വരാൻ തുടങ്ങി. പെട്ടെന്ന് ഡോക്ടറെ പോയി കണ്ടപ്പോഴാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്, നിങ്ങളുടെ ടെക്സ്റ്റൈൽസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലഡ് ഇത് വരുന്ന അതിൻ്റെ വൺ ഓഫ് ദ സോഴ്സസാണ് അവിടെ നിന്ന് നമുക്ക് ബ്ലഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് എവിടുന്ന ബ്ലഡ് വരുന്നത്? അടുത്തത് ബോൺ മാരോൻ്റെ ഉള്ളിൽ നിന്ന്. ഇപ്പോൾ ബോൺ മാരോ അതുകൊണ്ടാണ് ഈ മെനോപ്ലസ് ഒക്കെ കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പണ്ടത്തെ മുത്തശ്ശിമാരെ ഇടുപ്പ് ഒടിഞ്ഞു, കാലില്ല, ഇങ്ങനെയൊക്കെ വരുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൻ്റെ ബോൺ മാരോ ഡിസപ്പിയറായി അവർക്ക് ഈസ്ട്രജനും ബ്ലഡും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം വന്ന് ഒരുപാട് ആൻറ്റോക്കോളജിസ്റ്റ് അങ്ങനെയുള്ള പലവരും വന്നിട്ട് ഇതിനെയൊക്കെ ഇപ്പോൾ റിസർച്ച് ചെയ്യാനും എല്ലാം ചെയ്ത് ഹോർമോൺസ് എത്രത്തോളം എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ പ്രോസസ്സ് ഉണ്ട്. ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കത്. അപ്പോൾ നമ്മൾ നമ്മുടെ ദേഹത്തു നിന്നും ബ്ലഡ് ഇനി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമ്മിയാണ്, ഞങ്ങളുടെ ദേഹത്ത് നിന്ന് ഒരാൾക്ക് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എവിടെ നിന്ന് ബ്ലഡ് വരും? ഇതിനകത്ത് പറയുന്ന ഒരു കാരണം കൂടി എയ്ഡ്സിൻ്റെ ഒരു റീസണും കൂടെ ഉണ്ടാവാം. എയ്ഡ്സ് എത്ര പേർക്കുണ്ട്? ഇപ്പം ഞാനിപ്പോൾ ചെക്ക് ചെയ്തു, എൻ്റെ എല്ലാ ഫുൾ ചെക്കപ്പും കഴിഞ്ഞു, എൻ്റെ എല്ലാത്തിലും വന്നിട്ട് നോർമലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷേ എനിക്കെന്നെ അറിയാം അത് നോർമൽ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ ശുദ്ധത വരണം. ഞാൻ ആരും സെക്സ് വർക്ക് ചെയ്യുന്നവർ ശുദ്ധതയായിട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്കും ഒരു പർട്ടിക്കുലർലി ഒരു കോൺഷ്യസ് ഉണ്ടാവണം. നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, പണം കിട്ടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ദേഹത്തിൽ നമ്മളത് കറക്റ്റായിട്ട് ടെസ്റ്റിന് പോകുന്നുണ്ടോ, നമ്മൾ കറക്റ്റായിട്ട് ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം അല്ലേ? അഥവാ നമുക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ, എയ്ഡ്സുള്ള എത്രയോ പേര് ഇന്നും സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്,
പക്ഷെ അവരതൊന്നും പറയാണ്ടാണ് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് ഏത് വിധത്തിലാണ് ഇത് ട്രാൻസ്ഫോം ആവുക എന്നുള്ളത്, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ബ്ലഡ് ത്രൂ ആണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളത് കെയർഫുള്ളായിട്ട് അങ്ങനത്തെ സെക്സ് ചെയ്യണം, അതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇതെല്ലാം അവയർനെസ് കൊടുക്കാനും, അതാ പറയുന്നത്, എന്തിനും അവയർനെസ്, പ്രോപ്പർ ചാനൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാണ്ട് ഇരുട്ടിൽ എന്ത് വേണമെങ്കിൽ നടന്നോട്ടെ. ആ ഒരു സമയത്തിൽ എന്താണ് നടക്കുന്നത്, അവരുടെ നിന്ന് പൈസ കിട്ടുന്നു, അവർക്ക് വേണ്ട സുഖം കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ അനുഭവിക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? ഞാൻ പറയണത് ഇപ്പോൾ ഞാൻ നന്നായി ജീവിച്ചതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയണത്, എനിക്കും അവരെ പോലെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും, എന്നെ ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കണമെന്നും, എങ്ങനെ ഞാൻ മറ്റുള്ളവർക്കൊരു കഷ്ടമില്ലാണ്ട് ജീവിതത്തിൽ ഇരിക്കണം എന്നുള്ളത് ഞാൻ എന്നെ തന്നെ സെൽഫ് എഡ്യൂക്കേഷൻ, സെൽഫ് മോട്ടിവേഷൻ എല്ലാം നമുക്ക് ചെയ്യണം. തെറ്റെന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് ആ തെറ്റ് ചെയ്യാൻ പോകുന്നത്? ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇതിപ്പോൾ ഒരാളെ കുറിച്ചിട്ട് പറയല്ല. നിങ്ങൾ നോമ്പ് സമയത്ത് ഒരാണും പെണ്ണും സംസാരിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് അവർ വന്ന് മുത്തം കൊടുക്കണത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾ മീഡിയയിൽ വേണം പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്നു അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്തിനാണ്? ആൾക്കാരെ വെറുതെ വെറുപ്പ് കയറ്റാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശരിക്കും ന്യായമായിട്ടുള്ള നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവരും പറയുന്നില്ലേ? പിന്നെ മീഡിയയിൽ വന്നിട്ട് എന്തിനാ ഈ കാണിച്ചു കൂട്ടുന്നത്? ടെൽ മീ ദാറ്റ്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് വെറും ഒരു ഇൻഫർമേഷൻ, ആരെയും ഞാൻ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. ഇതെല്ലാം വന്നിട്ട് ഒരു ജനറൽ കാര്യങ്ങൾ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യൂ. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. മെറിറ്റിൽ ഇപ്പോൾ ഇന്ന് ആക്ട്രസ് എന്നുള്ള പത്മഭൂഷൺ, പത്മശ്രീ എന്നൊക്കെ എങ്ങനെയാണ് വാങ്ങുന്നത്? തൻ്റെ വെറും ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണോ ഇവർക്ക് കിട്ടുന്നത്? അവർ ഓരോരിക്കലും അവരവരുടെ ആക്ടിങ്ങിൽ അവർ അത് കാണിച്ചു കൊടുത്തത് കൊണ്ടല്ലേ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ശോഭന ഒരു കട്ടിൽ തൂക്കിയത് കൊണ്ടാണോ പത്മശ്രീ കിട്ടിയത്? അതെയാ? അത് ചെയ്യാനുള്ള ആ ഒരു ആക്ടിങ്ങും കാര്യങ്ങളും ആ ബോർഡിന് അത് കറക്റ്റായിട്ട് അവർക്ക് പെടണം അല്ലേ? അതുകൊണ്ടല്ലേ അവർക്ക് പത്മശ്രീ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്? വെറുതെ ഒരു കട്ടിൽ തൂക്കിയത് കൊണ്ടാണ് കൊടുത്തത്? സി, പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതൊക്കെയാണ് ആൾക്കാർ. ഒന്നിനും നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ആരും ആലോചിക്കില്ല. എല്ലാവരും എന്താണ്, ഇതിങ്ങനെ ആയിരിക്കും, ഓക്കെ, അടിക്ക്, ഒതക്കി, ചീത്ത പറയ്, എന്ത് വേണമെങ്കിലും പറയും. പക്ഷെ എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ട്രാൻസ് മെന്നിന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവർക്ക് ഇനിയും ആനുകൂല്യങ്ങൾ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നു. എന്താ അറിയോ, എനിക്ക് അവരും മനുഷ്യന്മാരാണ്, നമ്മളെപ്പോലെ അല്ല ആൾക്കാരാണ്. അവരുടെ സത്യം പറഞ്ഞിട്ട് എനിക്ക് അവരുടെ സങ്കടം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ അവർക്കൊരു നല്ല കാര്യം നടക്കണം. ഗവൺമെൻറ് അവരങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ ഏത് റോട്ടും, പക്ഷേ ഇപ്പോൾ എൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നില്ലല്ലോ. തെറ്റാണെങ്കിൽ ഞാൻ വരും, ഞാനവിടെ വന്ന് നിൽക്കാനോ സംസാരിക്കാനും 200% ഞാൻ വന്ന് നിൽക്കും. പക്ഷേ ഇവർക്ക് വേണ്ടി എന്തായാലും ഒരു ന്യായം നടക്കണം. അതങ്ങനെ തന്നെ നടക്കട്ടെ. അത് അരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്കും അതിന് ആ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലൊന്നും സംഭവിക്കരുതെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. കുറച്ചധികം നേരം സംസാരിക്കണം എന്നുണ്ടായിരുന്നു. സമയപരിമിതി മൂലം ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. സന്തോഷം. വളരെ നന്ദി, എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. ഈ ബില്ലിനെ കുറിച്ച് സംസാരിച്ചത് സത്യം പറഞ്ഞാൽ അതെനിക്കൊരു നല്ലൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, ഇതൊരു ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ പല സത്യങ്ങളും വിളിച്ചു പറയാൻ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ തരുന്നത് കൊണ്ടല്ല ഞങ്ങളൊക്കെ അത് പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.